അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അയാൾ പറഞ്ഞിരിക്കുന്ന വാക്ക് പാലിക്കുക, അല്ലെങ്കിൽ സത്യം ചെയ്തത് പാലിക്കുക, അതിൻ്റെ മഹത്വം. ഫളലുൽ വഫാഇ ബിൽ അഹദി. അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് വിശദീകരിക്കുന്നു, അബൂ സുഫിയാൻ ബിൻ ഹർബ് അദ്ദേഹത്തിനോട് പറഞ്ഞതായിട്ട്, അതായത് ഹിറാക്ലിയസ് അല്ലെങ്കിൽ ഹെർക്കുലീസ് അവിടുത്തെ ഭരണാധികാരി അദ്ദേഹത്തിനെ വിളിച്ചു. അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒട്ടക സംഘങ്ങളെ മൊത്തമായിട്ട് വിളിച്ചു. അവർ ഖുറൈശികൾ ആയിരുന്നു, ഷാമിലേക്ക് കച്ചവടത്തിന് വേണ്ടി പോയവർ ആയിരുന്നു. ഇതൊക്കെ നമ്മൾ ആവർത്തിച്ചേക്കുന്ന ഹദീസാണ്. ആ സമയത്ത് സന്ധി നിലവിലുണ്ടായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആയിട്ട്. അത് അബൂ സുഫിയാനും ഖുറൈശികളിലെ അക്രമകാരികളും ആയിട്ടുള്ളതായിരുന്നു റസൂലിനോടൊപ്പം. അന്ന അബ്ദുല്ലാഹി ബിൻ അബ്ബാസിൻ അഖ്ബറഹു അന്ന അബാ സുഫിയാന ഇബ്നു ഹർബിൻ അഖ്ബറഹു അന്ന ഹിർഖല അർസല ഇലൈഹി ഫി റക്ബിൻ മിൻ ഖുറൈശിൻ കാനു തിജാറൻ ബിശ്ശാമി ഫീൽ മുദ്ദത്തില്ലത്തി മാദ്ദ ഫിഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബാ സുഫിയാന ഫി കുഫാരി ഖുറൈശ്. ദിമ്മിയായ ഒരു മനുഷ്യൻ മന്ത്രവാദം അല്ലെങ്കിൽ സിഹർ നടത്തിയാൽ അയാളെ കൊല്ലണോ? മുസ്ലിമായ ഒരാൾ ഇസ്ലാമിക രാഷ്ട്രത്തിൽ മന്ത്രവാദം അല്ലെങ്കിൽ മാജിക്ക് നടത്തിയാൽ അയാളെ കൊല്ലൽ നിർബന്ധമാണ്. പക്ഷേ അത് ഇസ്ലാമിക രാഷ്ട്രത്തിലാണ്. പിന്നെ മാത്രമല്ല, നമ്മൾ ഈ പറയുന്ന മാജിക് എന്ന് പറഞ്ഞ സ്റ്റേജിൽ കാണുന്ന ചെറിയ ട്രിക്ക് പരിപാടികളല്ല, മന്ത്രവാദം ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് രോഗങ്ങൾ വരുത്തുകയോ വലിയ ഭ്രാന്ത് പിടിപ്പിക്കുകയോ ഭാര്യാഭർത്താക്കന്മാരെ വിവാഹമോചനത്തിൽ വരെ എത്തിക്കുക, തല്ലിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് സിഹർ സാഹിർ. ഹൽ യോഫി അനി ദിമ്മിയ്യിദ സഹറ. ഇബ്നു ശിഹാബിനോട് ചോദിക്കപ്പെട്ടു, ആളുകൾക്കെതിരെ മന്ത്രവാദം ചെയ്യുന്നവരുമായി മുസ്ലിങ്ങൾ സന്ധി സംഭാഷണത്തിൽ അല്ലെങ്കിൽ സമാധാന ഉടമ്പടിയിൽ ആയിരിക്കുമ്പോൾ അയാളെ കൊല്ലാമോ? അദ്ദേഹം മറുപടി പറഞ്ഞു, ഞങ്ങൾക്ക് അറിയിക്കപ്പെട്ടിട്ടുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും മന്ത്രവാദത്തിൽ പെടുത്തിയിരുന്നു. ആരോ യഹൂദിയായ ആളുകൾ മന്ത്രവാദം ചെയ്ത് കിണറ്റിൽ കൊണ്ടുപോയി ഇടുകയോ അങ്ങനെ അതിൽ നിന്ന് വെള്ളം കുടിച്ച് ഭയങ്കര രോഗം വരികയോ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് പറഞ്ഞു കൊടുത്തു ഇന്ന സ്ഥലത്തുണ്ടെന്ന്, അങ്ങനെ അത് കിണറ്റിലിറങ്ങി എടുത്ത് അത് നശിപ്പിച്ച് കളയുന്നു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ സിഹർ അല്ലെങ്കിൽ മന്ത്രവാദം ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ആ മന്ത്രവാദിയെ കൊന്നില്ല. അവർ അഹ്ലെ കിതാബിൽ നിന്നുള്ളവർ ആയിരുന്നു, അതായത് യഹൂദിയോ ക്രിസ്ത്യാനിയോ ആയ ഒരു മനുഷ്യൻ ആയിരുന്നു. മന്ത്രവാദം ചെയ്താൽ അവിടെ ഉള്ള അമുസ്ലിങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ അവർ ദിമ്മി ആണെങ്കിൽ, അതായത് ഇസ്ലാമിക രാഷ്ട്രത്തിൽ ഇസ്ലാമിക സംരക്ഷണത്തിൽ ജിസിയ കൊടുത്ത് ജീവിക്കുന്ന ആളാണെങ്കിൽ അവരെ കൊല്ലാൻ പാടില്ല. അവരവരുടെ മതം അനുസരിച്ചിട്ടുള്ളതോ അതല്ലെങ്കിൽ അവരുടെ ജീവിത രീതി അനുസരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്യുന്നത്. നമുക്ക് അങ്ങനെയല്ല, മുസ്ലിങ്ങൾക്ക് അത് തെറ്റാണ്. അൻ ഇബ്നു ശിഹാബിൻ മൻ സഹറ മിൻ അഹ്ലിൽ അഹ്ദി ഖത്ലുൻ ഖാല ബലഗന അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് സുനിയ ലഹു ദാലിക ഫലം യഖ്തുൽ മൻ സനഹു വകാന മിൻ അഹ്ലിൽ കിതാബ്. ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നു, ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മന്ത്രവാദം ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ സിഹർ ചെയ്തു. അങ്ങനെ അത് ബാധിച്ചപ്പോൾ അദ്ദേഹം ചെയ്യാത്ത ഒരു കാര്യം എന്തോ ചെയ്തതായി തോന്നി. അത് മനസ്സിനൊക്കെ അങ്ങ് പിടിച്ച് കുലുക്കുന്ന വലിയ കാര്യമാണത്, ചെറുതൊന്നുമല്ല. അതും റസൂൽ പോലെ അത്ര വലിയ മനുഷ്യനെ പോലും കുലുക്കിക്കളയുന്നത്. ഹദ്ദസനി അബി അൻ ആയിഷത അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം സുഹിറ ഹത്താ കാന യുഖയ്യലു ഇലൈഹി അന്നഹു സ്വനാ ഷൈഅൻ വലം യസ്നഹു. ചതി ഉണ്ടാവുമോ എന്ന് വിചാരിച്ച് അതിനെതിരെ സൂക്ഷ്മമായി ഇരിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ പ്രതീക്ഷിച്ചുകൊണ്ട് തയ്യാറെടുത്തിരിക്കുന്നത്. മാ യുഹ്ദറു മിനൽ ഖാദിരി. അല്ലാഹു തആലയുടെ വചനം, അവർ നിങ്ങളെ ചതിക്കാൻ ഉദ്ദേശിച്ചാൽ തീർച്ചയായും അല്ലാഹു സർവശക്തി ഉള്ളവനും ആകുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ അള്ളാഹു നോക്കിക്കോളാം എന്ന് പറയുന്ന ഒരു വചനം. 8-ാമത്തെ സൂറത്ത് 62-ാമത്തെ ആയത്ത്. വ ഖൗലില്ലാഹി തആല وَإِن يُرِيدُوا أَن يَخْدَعُوكَ فَإِنَّ حَسْبَكَ اللَّهُ. الآية الأنفال 62. ഔഫ് ഇബ്നു മാലിക് വിശദീകരിക്കുന്നു, ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് ചെന്നു. അപ്പോൾ തബൂക്ക് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ആ യുദ്ധസമയത്ത് ആണ്. അദ്ദേഹത്തിൻ്റെ തൊലി കൊണ്ടുള്ള ഒരു കൂടാരത്തിൽ ഇരിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, 6 അടയാളങ്ങൾ എണ്ണു ലോകാവസാന സമയം അടുക്കുമ്പോൾ. അതായത് ലോകാവസാനത്തിൻ്റെ 6 ലക്ഷണങ്ങൾ പറയാൻ പോവാണ്. എൻ്റെ മരണം,
അതായത് മൗത്തി എന്ന് പറയുന്നുണ്ട്. ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണിത്. കാരണം റസൂൽ മരിച്ചത് റബീഉൽ അവ്വൽ 12-നാണ്. റസൂൽ ജനിച്ചത് റബീഉൽ അവ്വൽ 12-നാണെന്ന് പ്രത്യേകിച്ച് തെളിവൊന്നുമില്ല. എന്നിട്ടും മുസ്ലിങ്ങൾ മുഴുവൻ മിലാദുൻ നബി നബിദിനം ആഘോഷിക്കുകയാണ് മരിച്ച ദിവസം. അപ്പോൾ ഇത് ലോകാവസാനത്തിൻ്റെ 6 അടയാളങ്ങളിൽ ഒന്നാമത്തെ അടയാളമായിട്ട് റസൂൽ പറയുന്നതാണ് എൻ്റെ മരണം. അതാണ് നമ്മളെല്ലാവരും ആഘോഷിക്കുന്നത്. അടിപൊളിയാണ്. നല്ല കൗമ് ചെയ്യുന്നത് തോന്നിയ വാസം പോലെ ചെയ്തുകൊണ്ടിരിക്കുക. പഠിക്കുകയോ തിരുത്തുകയോ ഒന്നും ചെയ്യരുത്. അതാണല്ലോ നമ്മുടെ രീതി. രണ്ടാമത്തേത് ബൈത്തുൽ മുഖദ്ദസ് കീഴടങ്ങുന്നത്. അതായത് മുസ്ലിം ഭരണത്തിൻ്റെ അധീനതയിൽ അത് വരും. ഫത്ഹ് ബൈത്തുൽ മുഖദ്ദസ് അത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്താണ് വന്നത്. ഒരു പ്ലേഗ് ബാധിക്കും. അത് ഒരുപാട് ആളുകളെ കൊന്ന് കളയും. അത് ആടുകളെ ബാധിക്കുന്ന പോലെ. അപ്പോൾ ആടുകളെ ബാധിക്കുന്ന പ്ലേഗോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും. ചുമ്മാ അങ്ങ് ചത്തൊടുങ്ങുന്നു. അതുപോലെ മനുഷ്യരും ചത്തൊടുങ്ങും. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷം ഏകദേശം 25,000 പേര് ഈജിപ്തിലാണെന്ന് തോന്നുന്നു മുസ്ലിങ്ങൾ, അതായത് ഒറിജിനൽ സീനിയർ മുസ്ലിങ്ങൾ മരിച്ചിട്ടുണ്ട് ഈ പ്ലേഗ് വന്നപ്പോൾ. ഈ പ്ലേഗുമായി ബന്ധപ്പെട്ട ഒരു ഹദീസിലാണ് നമ്മൾ ക്വാറന്റൈൻ നിയമങ്ങൾ എഴുതി വച്ചിരിക്കുന്നത്. അതായത് ഒരു പകർച്ചവ്യാധി ഉണ്ടായാൽ അവിടെയുള്ളവർ പുറത്തേക്ക് പോവുകയോ അതുപോലെ പുറത്തുള്ളവർ അവിടേക്ക് പോവുകയോ ചെയ്യാൻ പാടില്ല. അവിടെ അതിർത്തി തിരിച്ച് ആളുകൾ പോവാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതെ ഇരിക്കണം എന്നുള്ള ക്വാറന്റൈൻ നിയമം. അതായത് ഇപ്പോൾ കൊറോണയൊക്കെ വന്നപ്പോൾ നമ്മൾ ചെയ്തത് എല്ലാവരും വീട്ടിലിരിക്കണം, പുറത്തിറങ്ങരുത്, ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകരുത്, അങ്ങനെയൊക്കെ ഉള്ളത്. ഇതെല്ലാം 1500 കൊല്ലം മുമ്പ് റസൂൽ പറഞ്ഞ ഹദീസിൻ്റെ ഒരു പ്രതിഫലനമോ അതല്ലെങ്കിൽ ആ പ്രവൃത്തിയോ ആണ്. പിന്നെ സമ്പത്ത് കുമിഞ്ഞുകൂടും. 100 ദീനാർ, അതായത് അന്നത്തെ ചെറിയ സ്വർണ്ണനാണയമാണ്. അത് 100 ചെറുതെന്ന് പറയുമ്പോൾ 1 ഗ്രാമുള്ളതാണെന്ന് നമുക്ക് കൂട്ടാം. അപ്പോൾ 100 ഗ്രാം സ്വർണ്ണ നാണയം ഒരാൾക്ക് ഇങ്ങനെ കൊണ്ടുപോയി കൊടുത്താൽ അയാൾക്ക് അത് അയ്യേ ഇതെന്നാ ഇത് എന്ന്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഭിക്ഷക്കാർ പണ്ടൊക്കെ 10 പൈസയും 5 പൈസയൊക്കെ മേടിച്ചിരുന്നു നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ. ഇപ്പോൾ അവർക്ക് 1 രൂപ കുറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അവർ തിരിച്ചും മറിച്ച് നോക്കിയിട്ട് ചിലർ തിരിച്ചും തരും, നടത്തുമെന്ന് പറയും. ചിലർ പൈസയൊക്കെ തിരിച്ചു മറിച്ചൊക്കെ നോക്കിയപ്പോൾ ഒതിക്കാത്തത് കാണിച്ചിട്ട് അങ്ങ് പോകും. 1 രൂപയൊന്നും ഇപ്പോൾ ആരും മേടിക്കാറില്ല. 5 രൂപയും കൊടുക്കണം. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതിന് 10 ആവും, കുറച്ച് കഴിയുമ്പോൾ അത് 20 ആവും. അങ്ങനെ പോയാൽ, അതായത് ഇപ്പോൾ ഒരു ഭിക്ഷക്കാരനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അവനുണ്ട് 1 പൈസ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് എടുക്കില്ലാത്ത പൈസയാണ്, മേടിച്ച് തൃപ്തിയാവാതെ പോകും. അതേ അവസ്ഥയാണ് ഈ പറയുന്നത്. ലോക അവസാനത്തിൻ്റെ ലക്ഷണം ആയിട്ട് പറയുന്ന അതിസമ്പന്നത. ആ സമയത്ത് ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു പാവപ്പെട്ടവനായിരിക്കും എന്ന് കൂട്ടാം, 100 സ്വർണ്ണ നാണയങ്ങൾ കൊടുത്താൽ അയാൾക്ക് തൃപ്തിയാവില്ല. അയ്യേ 100 സ്വർണ്ണ നാണയമായിട്ട് വന്നേക്കണു എന്ന് പറഞ്ഞ് നമ്മളെ തിരിച്ച് ചീത്തൊളിച്ചിട്ട് പോകുക എളുപ്പം. അതാണ് ഉദ്ദേശിക്കുന്നത്. അത്രയധികം പൈസ എല്ലാവർക്കും ഉണ്ടാവും. സമ്പന്നതയാണ് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പൈസയുടെ മൂല്യമില്ലാതെ ആവും എന്ന് നമുക്ക് തോന്നുന്നില്ല. സമ്പത്ത് അധികരിക്കും. 100 സ്വർണ്ണ നാണയങ്ങൾ ഒന്നുമല്ലാതെ ആവുന്നു. അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ സ്വർണം കെട്ടുകണക്കിന് കാണുമായിരിക്കും. സ്വർണത്തിന് വിലയുണ്ട്, പക്ഷേ ഒരുപാട് ഉണ്ട്. പിന്നെ ഫിത്ന, അതായത് പരീക്ഷണങ്ങൾ, ബാധകൾ, ഉപദ്രവങ്ങൾ, ശല്യങ്ങൾ, ഇതിനൊക്കെയാണ് ഈ ഫിത്ന എന്ന് പറയുന്നത്. അതിൽ നിന്നും ഒരു അറബിയുടെ വീടും രക്ഷപ്പെടുകയില്ല അല്ലെങ്കിൽ ഒഴിവാവുകയില്ല. എല്ലാ അറബികളുടെ വീട്ടിലും പരീക്ഷണം കയറി ചെല്ലും എന്നാണ് പറയുന്നത്. എന്നിട്ട് പിന്നെ നിങ്ങൾ ബനി അസ്ഫറുമായിട്ട് സന്ധിയിൽ ഏർപ്പെടും. അസ്ഫർ എന്ന് പറഞ്ഞാൽ ബൈസൻറ്റൈൻ ആൾക്കാരാണ്, അതായത് റോമാക്കാർ അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. അസ്ഫർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം മഞ്ഞ എന്നാണ്. ബനി അൽ അസ്ഫർ എന്ന് പറഞ്ഞാൽ മഞ്ഞകളുടെ സന്തതി. അത് ഉദ്ദേശിക്കുന്നത് അറബികൾ ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമയത്ത് യൂറോപ്പിലുള്ള ആളുകളെ, ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ജർമ്മനി, ബെൽജിയം, അങ്ങനെ നെതർലാൻഡ്സ് അങ്ങനെയൊക്കെ വരുന്ന ആ യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള ആളുകളെ മഞ്ഞകൾ എന്നായിരുന്നു അവർ അറബിയിൽ അൽ അസ്ഫർ എന്നായിരുന്നു വിളിച്ചിരുന്നത്. അവർ മുസ്ലിങ്ങളല്ല, പക്ഷേ ആയിട്ട് മഞ്ഞ നിറം എന്നാണ് ഉദ്ദേശിക്കുന്നവർ. അതായത് ഒരു വെളുത്ത ആളുകളെ അറബികൾ പൊതുവെ മഞ്ഞകൾ എന്നാണ് വിളിക്കുക. പിന്നെ അവരുടെ ഇതിലുള്ള ചുവന്ന ആളുകളാണ്, അത് അവരിലെ വെളുത്ത ആളുകളെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ ബനി അൽ അസ്ഫറുമായിട്ടൊരു സന്ധി സ്ഥാപിക്കും, ഒരു സഹകരണ ഇത്. പക്ഷേ അവർ ഒറ്റിക്കൊടുക്കും അല്ലെങ്കിൽ ചതിക്കും, അവർ വാക്ക് പാലിക്കാതിരിക്കും. എന്നിട്ട് അവർ മുസ്ലിങ്ങളെ ആക്രമിക്കും. ലോകാവസാനത്തിൻ്റെ ലക്ഷണമായിട്ട് പറയുകയാണ്. അവർ 80 കൊടികളുടെ കീഴിലായിരിക്കും വരിക. 80ഓളം രാജ്യങ്ങൾ ആയിരിക്കും മുസ്ലിങ്ങളെ ആക്രമിക്കുന്നത്. അത്രയ്ക്കും മാരകം. മുസ്ലിങ്ങൾക്ക് പിടിച്ചു വെക്കാനോ നിലനിൽക്കാനോ പറ്റിക്കൊള്ളുന്നില്ല. 80 രാജ്യങ്ങൾ, 80 കൊടികളുണ്ടാവും. ഓരോ കൊടിയുടെ കീഴിലും 12,000 ആളുകൾ ഉണ്ടാവും. ഖാല സമയത്തു ഔഫ ഇബ്നു മാലിക്കിൻ ഖാല അതൈതു നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഗസ്വത്തിൻ തബൂക വഹുവ ഫി ഖുബ്ബത്തിൻ മിൻ
അദമിൻ ഫഖാല اعدد ستا بين يدي الساعة موتي ثم فتح بيت المقدس ثم موتان يأخذ فيكم كقعاص الغنم ثم استفاضة المال حتى يعطى الرجل 100 دينار فيظل ساخطا ثم فتنة لا يبقى بيت من العرب إلا دخلته ثم حدنة تكون بينكم وبين بني الأصفر فيقدرون فيأتونكم تحت 80 غاية തഹ്ത കുല്ലു ആയത്തിൻ 12,000. ഇത്രയും വലിയ യുദ്ധമൊക്കെ നടക്കുമ്പോൾ അള്ളാഹു നമ്മളെ സംരക്ഷിക്കും. അല്ലാതെ അവർ ഒന്നും നമ്മളെ അങ്ങ് ഇല്ലാതെയാക്കിയിട്ട് പോകുന്നില്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇനി ഒരു സത്യം അല്ലെങ്കിൽ ഒരു പ്രതിജ്ഞ ചെയ്താൽ അതിനെ എങ്ങനെയാണ് ക്യാൻസലാക്കുക അല്ലെങ്കിൽ തിരിച്ചെടുക്കുക? കൈഫ യുൻബദു ഇലാഹിൽ അഹദ്. അള്ളാഹു അസ്സ വജലിൻ്റെ വചനം, നിങ്ങൾ അല്ലയോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെങ്കിലും നിന്നും, അതായത് ഏതെങ്കിലും ഒരു കൂട്ടം ആളുകളിൽ നിന്നും നിങ്ങൾ ചതി പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അവരുമായിട്ടുള്ള സന്ധി ഇടപാട് അവരിലേക്ക് തന്നെ എറിഞ്ഞ് കൊടുത്തേക്കുക. അതായത് കളയുക. നമ്മൾ തമ്മിൽ ഇനിയൊരു കരാറില്ല, കാരണം നിങ്ങൾ ചതിച്ചു എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ തമ്മിലുള്ള ഈ സമാധാന ഉടമ്പടി ഇല്ല ഇനി മുതൽ, അത് പുതുക്കുകയില്ല. അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നല്ലെങ്കിൽ മുസ്ലിം ആവുക അല്ലെങ്കിൽ ജിസിയ തരിക. അതാണ് കാരണം. അപ്പോൾ ഈ ഇടയ്ക്ക് കൂടെ വന്നിട്ട് ചതിച്ചു കഴിഞ്ഞാൽ അത് കൈകാര്യം ചെയ്യാൻ വലിയ പാടാണ്. അതുകൊണ്ട് അള്ളാഹു തന്നെ പറഞ്ഞിരിക്കുകയാണ്, സന്ധിയിലുള്ളവർ ചതിച്ചാൽ അല്ലെങ്കിൽ അവരിൽ നിന്നും ഭീതി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, അതൊരു ചതി ഉണ്ടാവുമെന്ന ഭീതി ഉണ്ടെങ്കിൽ, ആ സന്ധി എഴുതിയുണ്ടാക്കിയിരിക്കുന്നത് അവരിലേക്ക് തന്നെ തിരിച്ച് എറിഞ്ഞ് കൊടുത്തേക്ക്. 8-ാമത്തെ സൂറത്ത് 58-ാമത്തെ ആയത്ത്. ഖൗലില്ലാഹി അസ്സ വജല്ല വഇമ്മ തഖാഫന്ന മിൻ ഖൗമിൻ ഖിയാനതൻ ഫംബിദ് ഇലൈഹിം അലാ സവാ. അലായ അൽ-അൻഫാൽ 58. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അബൂബക്കർ നഹർ ദിവസം ആയിരുന്നു, അതായത് ബലി കൊടുക്കേണ്ട ദിവസം. ഹജ്ജ് കഴിഞ്ഞിട്ട് ബലി ഇറക്കുന്ന ദിവസത്തിനെയാണ് നഹർ. നമ്മൾ ഹജ്ജിൻ്റെ കിതാബിൽ വിശദമായിട്ട് കണ്ടതാണ്. അദ്ദേഹം എന്നെ മീനായിലേക്ക് അയച്ചു. കുറേ ആളുകളുടെ കൂടെയാണ് വിട്ടത്. അവിടെ ഒരു അനൗൺസ്മെൻറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് വിട്ടത്. അനൗൺസ്മെൻറ്റ് ഇതായിരുന്നു: ഈ കൊല്ലത്തിന് ശേഷം മുശ്രിക് ഹജ്ജ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതുവരെ ഹജ്ജ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ കൊല്ലം കഴിഞ്ഞു, ഇനി നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട, മുസ്ലിം അല്ലെങ്കിൽ ഹജ്ജ് ചെയ്യാൻ വരണ്ട എന്നുള്ള ഉത്തരവ് ആൾ കൂടുന്നിടത്തെല്ലാം പോയി വിളിച്ചു പറയും. അപ്പോൾ അവരെ വന്നാൽ ഹജ്ജ് ചെയ്യാൻ അനുവദിക്കുന്നതല്ല. പിന്നെ കാബയ്ക്ക് ചുറ്റും ഉള്ള ത്വവാഫ് തുണിയില്ലാതെ ചെയ്യാൻ സമ്മതിക്കുകയില്ല, അത് നഗ്നരായിട്ട്. അപ്പോൾ അന്ന് കാലത്തൊക്കെ ഈ എന്താ പറയുക, നമ്മുടെ അടിയാൻ കുടിയാൻ എന്നൊക്കെ പറയുന്നതിൻ്റെ വേറൊരു വെർഷൻ. അതിൽ അവിടെ ഉള്ള ആളുകൾ ഖുറൈശികൾ വലിയ എന്തോ ശുദ്ധരക്തമുള്ളവരോ വലിയ കൂടിയ ആളുകളാണ് എന്നൊരു വിചാരം ഒക്കെ ഖുറൈശികൾക്കും മറ്റുള്ളവർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് മാത്രമേ തുണി ഉടുത്തുകൊണ്ട് അവർ വലിയ പരിശുദ്ധരായ വലിയ കുടുംബത്തിലുള്ള ആളുകളാണ്, അള്ളാഹുവിനോട് അടുത്തവരാണ് എന്നൊക്കെയുള്ള രീതിയിൽ അവർക്ക് തുണി ഉടുത്ത് കഅബയ്ക്ക് ചുറ്റും തവാഫ് ചെയ്യാം. മറ്റുള്ള ആർക്കും അത് ചെയ്യാൻ പാടില്ല. കാരണം അവർ താഴ്ന്ന ജാതിക്കാരോ അല്ലെങ്കിൽ ദൈവത്തിങ്കൽ താഴ്ന്ന ആളുകളോ ആയതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും തവാഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാക്സിമം ആൾക്കാരും തുണിയില്ലാതെയായിരുന്നു തവാഫ് ചെയ്തിരുന്നത്. അതല്ലെങ്കിൽ കാശുകാരാണെങ്കിൽ അവർ പോയി ഖുറൈശികളുടെ അടുത്ത് നിന്ന് അവരുടെ പഴയ ഉടുപ്പ് വാങ്ങിച്ചിട്ട്, അവരിട്ട ഉടുപ്പ് വാങ്ങിച്ചിട്ട് അതിട്ടിട്ട് തവാഫ് ചെയ്യുമായിരുന്നു. ആ പരിപാടി, അതായത് തുണിയില്ലാതെ തവാഫ് ചെയ്യുന്ന പരിപാടി നിർത്തി. ഈ ഹജ്ജുൽ അക്ബർ, അതായത് ഹജ്ജിലെ ഏറ്റവും വലിയ ദിവസം എന്ന് പറയുന്നതാണ് നഹറിനെ ആളുകൾ ഹജ്ജുൽ അക്ബർ എന്നും ഉംറയെ ആളുകൾ അൽ ഹജ്ജുൽ അസ്ഗർ എന്നും വിളിച്ചിരുന്നു. അതായത് കുഞ്ഞ് ഹജ്ജ്, വലിയ ഹജ്ജ്. വലിയ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഹജ്ജ്, ചെറിയ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഉംറ. അങ്ങനെ വിളിക്കുന്ന ഒരു സ്വഭാവം അന്ന് ഉണ്ടായിരുന്നു. അബൂബക്കർ അപ്പോൾ അല്ലെങ്കിൽ ആ കൊല്ലം മുശ്രിക്കുകളുമായി ഉണ്ടായിരുന്ന സകല സന്ധി ഇടപാടുകളും എറിഞ്ഞു, അല്ലെങ്കിൽ അവർക്ക് ഇട്ടുകൊടുത്തു. അല്ലെങ്കിൽ ഇനി കരാറില്ല, ഇനി സന്ധി ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ അതുകൊണ്ട് അടുത്ത കൊല്ലം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജുൽ വദാ ചെയ്യാൻ വന്നപ്പോൾ മുശ്രിക്കുകൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ഹജ്ജിന് പോകുന്നതിന് മുമ്പത്തെ കൊല്ലം അമീറായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയായിരുന്നു വിട്ടിരുന്നത്.
അലി റളിയല്ലാഹുവിനെ ഈ അനൗൺസ് ചെയ്യാനും വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് റസൂലിന് ഹജ്ജിന് പോകാൻ അനുവാദം അള്ളാഹു കൊടുത്തില്ല. ചിലപ്പോൾ ഒരു സ്റ്റാറ്റസ് കാര്യങ്ങൾ ഒക്കെ ആയിരിക്കും. അതായത് അവിടെ തുണിയില്ലാതെ ആളുകൾ ഹജ്ജ് തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിൽ കൂടെ റസൂൽ ഹജ്ജ് ചെയ്യുക എന്നുള്ള ഒരു കുറച്ചിലായതുകൊണ്ട് അള്ളാഹുവിന് തീരെ പറ്റാത്തതുകൊണ്ടായിരിക്കും അള്ളാഹു അനുവദിച്ചില്ല. അപ്പോൾ റസൂലിന് ആ കൊല്ലം ഹജ്ജിന് പോകാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. പക്ഷേ അസിദ്ദീഖും മിക്ക സഹാബാക്കളും പോയി ഹജ്ജ് ചെയ്ത് വന്നു. അടുത്ത കൊല്ലം റസൂൽ ചെല്ലുമ്പോഴേക്കും മക്ക വൃത്തിയായിരിക്കണം. ഈ ആവശ്യമില്ലാത്ത പരിപാടികളൊക്കെ മാറ്റി നന്നായി വരണം. അതിന് വേണ്ടിയിട്ടായിരിക്കണം അങ്ങനെ ചെയ്തതുപോലെ. അൽ മുശ്രിക്കൂൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ദൈവാരാധകർ, തീ ആരാധകർ, വിഗ്രഹാരാധകർ, അവിശ്വാസികൾ, അള്ളാഹുവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഏകത്വത്തിൽ വിശ്വസിക്കാത്തവർ, മറ്റെന്തിനേയും ആരാധിക്കുന്നവൻ, അതായത് അള്ളാഹുവിനോടൊപ്പം അള്ളാഹു ഉണ്ട് പിന്നെ ഇതും ഉണ്ട് എന്ന് പറഞ്ഞ് ചെയ്യുന്നവർ, അതല്ലെങ്കിൽ അള്ളാഹുവിന് പങ്കുകാരെ ചേർക്കുന്നവർ, അതല്ലെങ്കിൽ അള്ളാഹുവിന് ശത്രുക്കളെ ചേർക്കുന്നവർ, വേറെ ദൈവങ്ങളെ ഉണ്ടാക്കി കൊണ്ടുവരിക. നമ്മുടെ ഒരു ഈ ഗ്രീക്ക് ഇതിഹാസങ്ങളിലൊക്കെ ഉള്ള പോലെ ദൈവങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് ഇടിയുണ്ടാക്കും, അങ്ങനത്തെ ചെയ്യാനും പാടില്ല. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന ആളുകളെയാണ് അൽ മുശ്രിഖ് അല്ലെങ്കിൽ ബഹുദൈവ ആരാധകർ എന്ന് പറയുന്നത്. അന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ബഅസനി അബൂബക്കർ റളിയല്ലാഹു അൻഹു ഫീമൻ യുഅദ്ദിനു യൗമൻ നഹ്രി ബിമിന്നി ലാ യഹുജ്ജു ബഅദൽ ആമി മുശ്രികുൻ വലാ യതൂഫു ബിൽ ബൈത്തി ഉരിയാനുൻ വയൗമുൽ ഹജ്ജിൽ അക്ബരി വയൗമുൻ നഹർ വഇന്നമാ ഖീലൽ അക്ബറു മിൻ അജ്ലി ഖൗലിൻ നാസ് അൽ ഹജ്ജുൽ അസ്ഗറു فنبذ أبو بكر إلى الناس في ذلك العام فلم يحج عام حجة الوداع الذي جعل فيه النبي صلى الله عليه وسلم مشرك. അള്ളാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.